എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നു. നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ വീഡിയോയിൽ ഒരുപാട് ഡിലേ വരുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കസ്റ്റമേഴ്സ് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോയി അവർക്ക് വണ്ടി എടുത്ത് നാട്ടിലേക്ക് കയറ്റി വിടുന്നിടം വരെ നമ്മൾ ഇച്ചിരി ബിസി ആയിരിക്കും. അതുകൊണ്ട് വന്ന ഡിലേ ആണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മളിന്ന് ഒരു നല്ല അടിപൊളി ഒരു വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. 2018 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ZX ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വൈറ്റ് കളർ വണ്ടികൾ വളരെ കുറവാണ്. നല്ല വണ്ടികൾ കിട്ടാനായിട്ട് നാട്ടിൽ നല്ല ഡിമാൻഡുള്ള ഒരു കളറാണ് വൈറ്റ്. അപ്പോൾ ഈ വണ്ടി ഓടിയിരിക്കുന്നത് 90,000 കിലോമീറ്റർ മാത്രമാണ്. ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡ്സ് ഉണ്ട്. യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഓൾ ഒറിജിനൽ വണ്ടിയാണ്. 0 ഡെപ്ത് ഇൻഷുറൻസ് ഈ വർഷം അവസാനം വരെയും വാലിഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സൈഡിലെല്ലാം ഒറിജിനൽ പെയിന്റ് തന്നെയാണ്. നമ്മൾ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഒഴിവാക്കി എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തതാണ്. ഈ ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ ഇവിടെ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൾ ഒറിജിനൽ വണ്ടിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകവശം ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം നിങ്ങൾക്ക് കാണാം. ഓൾ ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഡോർപാടെല്ലാം കമ്പനി വരുന്ന ഒറിജിനൽ ഡോർപാടുകൾ തന്നെയാണ്. ഇതിലൊന്നും ചെളിയോ ഒന്നും വന്നിട്ടില്ല. ഡോർപാട് നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുറകിലത്തെ ഡോറിലേക്ക് പോകാം. ഇതിവിടെ ഇച്ചിരി ഇട കുറവാണ്, എന്നാലും നമ്മൾ ഉള്ള ഇടയിലിട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ ഗ്ലാസ്സുകളും മാറിയിട്ടില്ല. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പേസ്റ്റിംഗ് എല്ലാം ഒറിജിനൽ കമ്പനി പേസ്റ്റിംഗ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഡോർപാടെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത് ഒറിജിനലാണ്. ഈ ഭാഗങ്ങളിലൊന്നും ഡെൻറ്റ് വന്നിട്ടില്ല. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ ഈ ഡോർ ബീഡിങ് അഴിച്ച് കാണിക്കാത്തത് നമുക്കിവിടെ ഇച്ചിരി ട്രാഫിക്കിൻ്റെ പ്രശ്നം കൂടെ ഉള്ള സ്ഥലത്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ഈ ടെയിൽ ലൈറ്റിലൊന്നും ക്രാക്കോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല. നോർമലി ഡൽഹി വണ്ടികൾക്ക് വരുന്ന പോലെ 2 ബമ്പറും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിക്കി ഒന്ന് തുറന്ന് കാണാം. ഡിക്കിയുടെ ഗ്ലാസ് ഒറിജിനൽ 2018 തന്നെ സീരീസിലുള്ള ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഡിക്കിയുടെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിങ് പഞ്ചിങ് എല്ലാം ഒറിജിനൽ തന്നെയാണ്. ഇതിലൊന്നും യാതൊരുവിധ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. പിന്നെ ഈ താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പഞ്ചിങ് എല്ലാം ഒറിജിനൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗം സെയിം അതേ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഓൾ ഒറിജിനലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വശത്തേക്ക് പോകാം. ഈ വശത്തേക്ക് വരുമ്പോൾ ഈ ക്വാർട്ടർ പാനലിൻ്റെ ഈ ഒരു ഭാഗം റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സർവീസ് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ്. ഈ ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല. ഇവിടെ എങ്ങും വേറെ ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് കാണാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം ഒറിജിനൽ തന്നെയാണ്. വേറെ വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഡോർപാടെല്ലാം അത്യാവശ്യം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പഞ്ചിങ് ഞാൻ പെട്ടെന്ന് തുറന്ന് കാണിക്കാം. ഇവിടുത്തെ പഞ്ചിങ് എല്ലാം ഓൾ ഒറിജിനൽ കമ്പനി പഞ്ചിങ്ങുകളാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് പോകാം. ഇനി ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഫ്രണ്ട് ഡോറിൻ്റെയും പേസ്റ്റിങ് ഒറിജിനലാണ്. ഇതിലൊന്നും യാതൊരു വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഡോർപാടൊക്കെ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്താൽ നല്ല അടിപൊളിയാവും. വേറെ വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകുന്ന ട്രാഫിക് ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്ന് എൻജിൻ റൂമും ബോണറ്റിൻ്റെ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മേളിൽ 1-2 ചെറിയ ഡോട്ട് പോലെ ഡെൻറ്റുകളുണ്ട്. അതൊക്കെ നോർമലി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്കിത് തുറന്ന് കാണാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഓൾ ഒറിജിനൽ ആയിട്ടുള്ളൊരു ബോണറ്റാണ്. ഇതിൽ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പേസ്റ്റിംഗ് എല്ലാം ഒറിജിനലാണ്. പഞ്ചിങ്ങും എല്ലാം ഓക്കെയാണ്. നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് പുതിയ ബാറ്ററിയാണ് ഇതിലിരിക്കുന്നത്. ഈ ഭാഗത്തെങ്ങും യാതൊരു വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ഒറിജിനൽ പഞ്ചിങ് കാണാം. ഇവിടെ ഒന്നും വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം.
വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. വേറെ അബ്നോർമൽ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ ട്രാഫിക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ടയർ ഭാഗങ്ങൾ കാണാം. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരാം. ഇതിൻ്റെ കിലോമീറ്റർ നിങ്ങൾക്ക് കാണാം. 91,000 മാത്രമാണ് ഓടിയിട്ടുള്ളത്. സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഇതിൽ ചെറിയ ക്രാക്കുകളുണ്ട്. അത് നോർമലി ക്രിസ്റ്റ വണ്ടികളിലെല്ലാം വരുന്നതാണ്. സ്വിച്ചുകളെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. തേയ്മാനമൊന്നും വന്നിട്ടില്ല. ഡോർ പാടുകളും വൃത്തിക്കാണ് ഇരിക്കുന്നത്. സീറ്റിലേക്ക് വരുമ്പോൾ ഒറിജിനൽ കമ്പനി ലെതർ സീറ്റുകളാണ് ഇതിലുള്ളത്. നമ്മൾ ഇൻറ്റീരിയർ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ ഡാഷ്ബോർഡ് നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ AC വെൻറ്റിൻ്റെ ആ ഒരു സൈഡിൽ ഒരു ചെറിയ ക്രാക്ക് ഉണ്ട്. അതും ഇന്നോവ ക്രിസ്റ്റയിൽ നോർമലി വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് വരുമ്പോൾ ടോപ്പിൽ വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേറെ ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. പുറകിലത്തെ സീറ്റുകളും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിലെങ്ങും യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ ഇച്ചിരി സ്പീഡിൽ പറയുന്നു. ഇതിനകത്ത് വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. കാരണം ഇവിടെ ഇട്ട് വണ്ടി എടുക്കുന്നതുകൊണ്ട് ശകലം കൺജസ്റ്റഡ് ആണ് ഏരിയ. അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്. പുറകിലത്തെ നിര സീറ്റുകളെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഏറ്റവും ബാക്കിലത്തെ നിരയിലും ലെതർ സീറ്റുകൾ തന്നെയാണ്. യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഇതിൽ 4 കിടക്കുന്നത്. സിയറ്റിൻ്റെ 4 പുതിയ ടയറുകളാണ് ഈ വാഹനത്തിൽ ഉള്ളത്. സ്റ്റെപ്പിനി ഓൾമോസ്റ്റ് ഒരു 80% ഉള്ള സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, 90,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന 2.8 Z വേരിയൻറ്റിൽ വരുന്ന വാഹനമാണിത്. അപ്പോൾ ഈ വാഹനത്തിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു മൈനസും പറയാനില്ല. വണ്ടി ഓൾ ഒറിജിനലാണ്. വളരെ കുറച്ച് കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ് റെക്കോർഡുണ്ട്. 0 ഡെപ്പ് ഇൻഷുറൻസ് ഈ വർഷം അവസാനം വരെ വാലിഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഈ വാഹനത്തിന് ഫിക്സ് റേറ്റ് ആണ്. നിങ്ങൾക്കറിയാം, വൈറ്റ് വണ്ടികൾ ZXൽ കിട്ടാനായിട്ട് വളരെ കുറവാണ് ഇപ്പോൾ വാഹനം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലയെന്ന് പറയുന്നത് 15,75,000 രൂപയാണ്. ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ പേജുകൾ ഫോളോ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണും വരേക്കും ബൈ.